ഹലോ നമസ്കാരം. ഞാൻ അരുണ. ഞാനൊരു സെയിൽസ് ഗേൾ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതും അതിലൊരു വീഡിയോ ഷെയർ ചെയ്യുന്നതൊക്കെ. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ വന്നത് വെച്ചാൽ എനിക്ക് ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു സെയിൽസിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കസ്റ്റമർ വരുമ്പോൾ എങ്ങനെയൊക്കെ അവരോട് പെരുമാറണം എന്നുള്ള രീതിയെക്കുറിച്ച് സെയിൽസിൽ നിൽക്കുന്ന ഒരുപാട് ലേഡീസും ജെൻസും ഒക്കെ സെയിൽസിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അവർക്കൊക്കെ ഒരു ഉപകാരമുള്ള ഒരു വീഡിയോ ആയിരിക്കും. ഒരു സെയിൽസ് ഗേള് അല്ലെങ്കിൽ സെയിൽസ്മാൻ അവർക്ക് വേണ്ട ഫസ്റ്റത്തെ ക്വാളിറ്റിയാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. നമുക്കറിയാവുന്ന ഒരു കാര്യം ലളിതമായും സിമ്പിളായും മുന്നിലിരിക്കുന്ന വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അയാളൊരു നല്ല സ്കില്ലുള്ള സെയിൽസ്മാൻ ആണെന്ന് അർത്ഥം. കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരു സെയിൽസ്മാൻ ആണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അതുപോലെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ വിൽക്കുന്ന ഏത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഏത് കമ്പനിയിലെ ഏത് പ്രൊഡക്റ്റ് ആയാലും നമുക്ക് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് നല്ല അറിവുണ്ടായിരിക്കണം. എങ്കിലേ അത് നമുക്ക് കസ്റ്റമറോട് പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുള്ളൂ. നമുക്ക് അതിനെ കുറിച്ച് അറിവില്ല എങ്കിൽ നമുക്ക് അവരോട് ഡയറക്റ്റ് ആയിട്ട് കണ്ണി നോക്കി പറയാൻ പറ്റില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു സെയിൽസ്മാന് വേണ്ട ഫസ്റ്റത്തെ ക്വാളിറ്റിയാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. നമ്മൾ ഒരിക്കലും ഒരു കസ്റ്റമറെ പുഷ് ചെയ്യാൻ പാടില്ല. നമ്മുടെ സാധനം മേടിക്കണം, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഒരുപാട് നമ്മൾ അവരെ പുഷ് ചെയ്ത് ഒരു ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. കാരണം നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ച്, അതിന്റെ ക്വാളിറ്റിയെ കുറിച്ച്, അത് മേടിക്കുന്ന ആൾക്കാർക്ക് ഇന്ന ഉപകാരങ്ങൾ ഉണ്ടാവും. ഏത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, എന്തിനെ കുറിച്ചായാലും അത് ഇന്ന ക്വാളിറ്റിയാണ്, നിങ്ങൾക്ക് ഉപകാരപ്പെടും, ഇന്ന ഉപകാരങ്ങൾ ഉണ്ടാവും എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ലാതെ പുഷ് ചെയ്യാൻ ഒരിക്കലും പാടില്ല. അങ്ങനെ അവർക്ക് തോന്നിയാൽ അവര് വിചാരിക്കും ഇതൊരു ബിസിനസ് ട്രിക്കാണ്, അവരുടെ സാധനങ്ങള് കയ്യിൽ നിന്ന് ചെലവാകാൻ വേണ്ടിയിട്ട് നമ്മളെ പുഷ് ചെയ്ത് മേടിപ്പിക്കുകയാണെന്ന് അങ്ങനെ തോന്നും. അങ്ങനെ ഒരിക്കലും കസ്റ്റമറിന് ഫീൽ ചെയ്യില്ല. അവരിൽ ഒരാളായി അവരോട് നല്ല സംസാരിച്ച് അവർക്ക് തോന്നണം ഇയാള് കുഴപ്പമില്ല, ഇതിനെ കുറിച്ച് എല്ലാ അറിവുള്ളൊരു സെയിൽസുകാരനാണ്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ആ പ്രൊഡക്റ്റ് മേടിച്ചിരിക്കും. അതിന് പുഷ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മളൊരു സ്ഥാപനത്തിൽ പോയാൽ എന്തൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകാറുണ്ട്. നമ്മള് ജ്വല്ലറിയിൽ പോകും, ഒരു ഫാൻസി കടയിൽ പോകും, എന്തിനായിക്കോട്ടെ നമ്മൾ പർച്ചേസ് ചെയ്യാം. അവിടെയൊക്കെ ഓരോ സെയിൽസ് ഗേൾ അല്ലെങ്കിൽ സെയിൽസ്മാൻ എന്തായാലും ഉണ്ടാവും. അവരുടെ സംസാരവും അവരുടെ പെരുമാറ്റ രീതിയും കൊണ്ടാണ് നമുക്ക് അവരെ ഇഷ്ടപ്പെടുന്നത്, അല്ലെ? അല്ലാതെ കുറെ ഭംഗിയുള്ള ഒരാള് നല്ല സ്റ്റൈലിൽ അവിടെ ഒരു ഭാഗത്ത് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് നോക്കി കഴിഞ്ഞാല് നമ്മൾ ചോദിക്കുന്നതിന് മാത്രം അവർ മറുപടി പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലാതെ എക്സ്ട്രാ അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഇങ്ങനെയുണ്ട്, അതുണ്ട്, എത്ര വില, വില എത്രയാണ് പറഞ്ഞ് അവർ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ ഇഷ്ടപ്പെടും. നമ്മൾ ചോദിക്കുന്നതിന് മാത്രം ആൻസർ പറഞ്ഞ് അത് പിന്നെ എത്ര ഭംഗിയുള്ള ഒരു സെയിൽസുകാരനാണെങ്കിലും സെയിൽസുകാരിയാണെങ്കിലും നമുക്ക് അവരെ അവിടെ ഇപ്പൊ എന്താ ആ കുട്ടി ഒന്നും പറഞ്ഞു തരില്ല, നമുക്കും അറിയാതെ പോവാണ്, ആ കുട്ടിക്കൊന്നും പറഞ്ഞു തരാനും അറിയില്ല തോന്നുന്നു നമ്മൾ ഇറങ്ങി പോരലുണ്ട്, ഞാൻ പോന്നിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ നന്നായിട്ട് സംസാരിച്ചിട്ട് നമ്മളെ കാര്യങ്ങൾ, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുക തന്നെ വേണം. ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ തന്നെ വേണം ഒരു സെയിൽസ് ഗേളിന്. പിന്നെ നല്ല വസ്ത്രധാരണം, നല്ല മാന്യമായ രീതിയിൽ വസ്ത്രം ധരിച്ച് ആകർഷകമായ നല്ല വൃത്തിയിലും ഒക്കെ നിന്ന് അവരോടുള്ള പെരുമാറ്റ രീതി, ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ഒരു സെയിൽസുകാരനെ സെയിൽസ്മാനെ ഒരു കസ്റ്റമർ ഇഷ്ടപ്പെടാൻ കാരണം. ഒന്ന്, നമ്മൾ ഫസ്റ്റ് നോട്ടം തന്നെ കണ്ടാല് ഡ്രസ്സ് നമ്മൾ നോക്കും. നല്ല വൃത്തിയുള്ള നല്ല ഭംഗിയായിട്ട് ഉടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, സാരിയൊക്കെ ആണെങ്കിലും ചുരിദാറാണെങ്കിലും എന്തായിക്കോട്ടെ നല്ല ഭംഗിയായിട്ട് ഉടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, പിന്നെ അവരെ പെരുമാറ്റം, അവരോട് നമ്മളോടുള്ള സംസാര രീതി, ഈ 3 കാരണങ്ങൾ കൊണ്ടും നമുക്ക് അവിടെ നിൽക്കുന്ന സെയിൽസുകാരനെ അല്ലെങ്കിൽ സെയിൽസുകാരിക്ക് നമുക്ക് പെട്ടെന്ന് ഒരു ഇഷ്ടം തോന്നും. കുട്ടി തിരക്കടില്ല, അങ്ങനെയാണ്, കുഴപ്പമില്ലല്ലോ, കുട്ടി പറഞ്ഞിരുന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, അങ്ങനെ തോന്നും. അവർക്ക് എന്താണോ നമ്മളോട് പറയാനുള്ളത്, കസ്റ്റമർക്ക് എന്താണോ നമ്മളോട് പറയാനുള്ളത് വെച്ചാൽ അത് കേൾക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മളൊരു 20% മാത്രമേ കസ്റ്റമറോട് സംസാരിക്കാൻ പാടുള്ളൂ. ബാക്കി ആരാ സംസാരിക്കണ്ടേ? 80% കസ്റ്റമർ നമ്മളോട് സംസാരിക്കണം. അതിനുള്ള സ്പേസ് ആരുണ്ടാക്കി കൊടുക്കണം? സെയിൽസ്മാനോ അല്ലെങ്കിൽ സെയിൽസ് ഗേളോ ഉണ്ടാക്കി കൊടുക്കണം. കാരണം 80% അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്ക് ഏത് രീതിയിലുള്ള ആളുകളാണ്,
ഏത് റേഞ്ചിൽ വരെ പോകാൻ പറ്റും എന്നൊക്കെ നമുക്ക് ആ സംസാരത്തിൽ നിന്ന് മനസ്സിലാവും. അതിന് നമ്മൾ അവർക്ക് സംസാരിക്കാനുള്ള സ്പേസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. നമ്മളൊരു നല്ലൊരു കേൾവിക്കാരനും കൂടിയാണ് ഒരു സെയിൽസിൽ നിൽക്കുന്നത്. എന്റെ വീഡിയോ എന്നാൽ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. ആ വീഡിയോയിൽ ഞാൻ എൻ്റെ നാടും എവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നതെന്നും ഏത് ഫീൽഡാണെന്നൊക്കെ ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ.